അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ISM അൻവാർ നഗർ ശാഖ 2021-24 കാലയളവിലേക്ക് 131 അംഗങ്ങളെ ഉൾക്കൊള്ളുന്നതായിരുന്ന ഒരു കമ്മിറ്റിയായിരുന്നു നിലവിൽ വന്നത്. ഓരോ വ്യക്തിയുടെയും ചുറുചുറുക്കുള്ള യൗവന കാലഘട്ടത്തെ നേരിന്റെ പാതയിൽ മുന്നോട്ട് നയിക്കാൻ ലോകനാഥന്റെ അനുഗ്രഹത്താൽ വ്യത്യസ്തവും വ്യവസ്ഥാപിതവുമായ പരിപാടികളാൽ സാധിച്ചു. ഇക്കാലയളവിൽ ശാഖയുടേതായി 30 എക്സിക്യൂട്ടീവ് യോഗങ്ങൾ, 9 സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ, സാമൂഹ്യക്ഷേമ വിഭാഗമായ റിലീഫ് കമ്മിറ്റിയുടെ 10 യോഗങ്ങളും നടന്നു. കൂടാതെ വിദ്യാഭ്യാസ വിഭാഗമായ ദിശയുടെ 3 യോഗങ്ങൾ, ദഅവത്ത് സമിതിയായ ഇസ്ലാമിക് വിഭാഗത്തിന്റെ 5 യോഗങ്ങൾ, മാഗസിൻ സമിതിയുടെ 8 യോഗങ്ങളും നടന്നു. അതുപോലെ തന്നെ ISM, MSM, MGM സംയുക്ത യോഗങ്ങൾ 11 നടന്നു. ഹിദായ മോറൽ അക്കാദമിയുടെ 17 ബോർഡ് യോഗങ്ങൾ, 4 ഡയറക്ടർ യോഗങ്ങൾ, 9 പാരന്റ്സ് അസംബ്ലി തുടങ്ങി ISMന്റേതായി ഇക്കാലയളവിൽ 105 യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. പ്രവർത്തന സൗകര്യാർത്ഥം നമ്മുടെ യൂണിറ്റിലെ എല്ലാ വീടുകളെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ 12 സർക്കിളുകളായി തിരിച്ചതും പ്രവർത്തനം ചിട്ടപ്പെടുത്താൻ വളരെ സഹായകമായി. 30/8/2021 7 PM AIA കോളേജ് ഹാളിൽ വെച്ച് നടന്ന ദുആ ഡെലിഗേഷൻ പ്രോഗ്രാമിൽ വെച്ച് KP അമീറുദ്ദീൻ പ്രസിഡന്റും നവാസ് P സെക്രട്ടറിയും അബ്ദുൽ ഗഫൂർ M ട്രഷററുമായിട്ട് പുതിയ ISM സമിതി നിലവിൽ വന്നു. 11 അംഗ സെക്രട്ടേറിയറ്റും 26 അംഗ എക്സിക്യൂട്ടീവും ഉൾക്കൊള്ളുന്നതായിരുന്നു പുതുതായി നിലവിൽ വന്ന അൻവാർ നഗർ ശാഖ ISM കമ്മിറ്റി. 2021 സെപ്റ്റംബർ 14 ദഅവാ സെന്ററിൽ ചേർന്ന ആദ്യ സെക്രട്ടേറിയറ്റ് യോഗം തന്നെ സംഘടനാ പ്രവർത്തകർക്ക് ഊർജം പകരുന്ന ഒന്നായിരുന്നു. ആദ്യ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ വകുപ്പ് വിഭജനം നടത്തി. വിദ്യാഭ്യാസം, മാഗസിൻ, സാമൂഹ്യക്ഷേമം, IT ആൻഡ് മീഡിയ, വെളിച്ചം, ഇസ്ലാമികം, പബ്ലിസിറ്റി, റിലീഫ്, പബ്ലിക് റിലേഷൻ, ബ്രദർനാറ്റ്, ഷബാബ് എന്നിവയായിരുന്നു പുതിയ കമ്മിറ്റിക്ക് കീഴിലെ പ്രധാന വകുപ്പുകൾ. ഓരോ എക്സിക്യൂട്ടീവ് അംഗത്തിനും സെക്രട്ടേറിയറ്റ് അംഗത്തിനും ഓരോ വകുപ്പിന്റെയും പ്രധാന ചുമതലകൾ നൽകിയാണ് വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയത്. പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തന രൂപരേഖ കരട് സെക്രട്ടറി അവതരിപ്പിച്ചു. സംഘടനാ പ്രവർത്തനം സംഘടനയുടെ ശക്തി പ്രകടനത്തിനല്ലെന്നും ഓരോ വ്യക്തിയുടെയും പരലോക വിജയത്തിനാവണമെന്നും ആദ്യ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. 26/9/2021 മഗ്രിബ് നമസ്കാരാനന്തരം അൽ അൻവാർ സ്കൂളിൽ ചേർന്ന ആദ്യ ശാഖ എക്സിക്യൂട്ടീവ് ക്യാമ്പയിനായിരുന്നു എക്സ്കോം. ആദ്യ സെക്രട്ടേറിയറ്റിൽ തീരുമാനിച്ച വകുപ്പുകൾ അനുസരിച്ച് ഗ്രൂപ്പായി തിരിഞ്ഞിരുന്നുള്ള ചർച്ചകൾക്ക് ശേഷം വരുംകാല പ്രവർത്തനങ്ങളിലേക്കുള്ള ചവിട്ടുപടിയായി വിശദമായ ശാഖാ പ്രവർത്തന രൂപരേഖ സെക്രട്ടറി അവതരിപ്പിച്ചു. വ്യത്യസ്തവും വ്യവസ്ഥാപിതവും ദീർഘവീക്ഷണമുള്ളതുമായ ബൃഹത്തായ കർമ്മ പദ്ധതികൾ ഉൾക്കൊണ്ട രൂപരേഖ വളരെ ആകർഷണീയവും ഒരു യുവജന പ്രസ്ഥാനത്തിന് എന്നും മുതൽക്കൂട്ടാവുന്ന രീതിയിലുള്ളതായിരുന്നു. ഈ ടേം അവസാനിക്കുമ്പോൾ അതിൽ ചിലത് നടപ്പിലായി, ചിലത് പാതി വഴിയിലുണ്ട്, മറ്റു ചിലത് സമീപഭാവിയിൽ നടപ്പാക്കാവുന്നതാണ്. എക്സ്കോമിൽ ധാർമ്മികത ചിന്ത എന്ന സെഷനിൽ KP നിസാർ അൻവാരി നേതൃത്വം നൽകി. മാഗസിൻ സമിതിക്ക് കീഴിൽ നടത്തിയ ആദ്യ പരിപാടിയായിരുന്നു എഴുത്തുകളരി. കേരളത്തിൽ അറിയപ്പെടുന്ന യുവ കഥാകൃത്തും പ്രമുഖ കോളമിസ്റ്റും തത്സമയം ന്യൂസ് ചീഫ് സബ് എഡിറ്ററുമായ ഷെരീഫ് സാഗർ നേതൃത്വം നൽകിയ നാട്ടെഴുത്ത് മാഗസിൻ സമിതിയുടെ എഴുത്തുകളരി പ്രദേശത്തെ 35ഓളം വരുന്ന നവ എഴുത്തുകാർ പരിപാടിയിൽ പങ്കെടുത്തു. ചരിത്രാഖ്യാനം എന്ന വിഷയത്തിൽ പിന്നീട് അരുണോദയം വായനശാലയുമായി സഹകരിച്ച് പരിശീലന പരിപാടി സംഘടിച്ചു. ഇക്കാലത്ത് വളരെ അത്യന്താപേക്ഷിതമായി അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് സ്വന്തമായി മൊബൈൽ ഉപയോഗിച്ച് പോസ്റ്റർ നിർമ്മാണം അറിയുക എന്നത്. ഇപ്പോൾ ഏത് ജോലിയിലും പ്രധാനമായും അധ്യാപനം, സോഷ്യൽ സർവീസ്, സംഘടന എന്നീ മേഖലകളിൽ ആവശ്യമായും അറിഞ്ഞിരിക്കേണ്ട പോസ്റ്റർ നിർമ്മാണം പഠിക്കുന്നതിനായി പോസ്റ്റർ മേക്കിംഗ് വർക്ക്ഷോപ്പ് 28/11/2021 ഇൻസമാമിന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. ഈ വർക്ക്ഷോപ്പിൽ മലയാളം എഡിറ്റർ, ക്യാൻവ എന്നീ ആപ്ലിക്കേഷനുകളിൽ പരിശീലനം നൽകി. നാട്ടെഴുത്ത് പ്രവാസ പതിപ്പ് ISM മാഗസിന്റെ 3ാമത്തെ എഡിഷനായിരുന്നു ഈ പ്രവാസ പതിപ്പ്. പ്രവാസ പതിപ്പ് മാഗസിന്റെ കവർ പേജ് ലോഞ്ചിങ് നജില പുളിക്കൽ 1/3/2022 നിർവഹിച്ചു. നമ്മുടെ നാടിന്റെ പുരോഗതിയിൽ സുദീർഘമായ പങ്കുവഹിച്ച പ്രവാസികളുടെ സഹനത്തിന്റെ കഥകളും താണ്ടിയ കനൽപാതകളും നെയ്തെടുത്ത സ്വപ്നങ്ങളും കോർത്തുവെച്ച പ്രവാസ പതിപ്പ് ലോഞ്ചിങ് 2022 മാർച്ച് 3 കേരള മീഡിയ അക്കാദമി അവാർഡ് ജേതാവും
തത്സമയം ചീഫ് സബ് എഡിറ്ററുമായ KC റിയാസ് അവറുകൾ നിർവഹിച്ചു. 48 പേജുകളിലായി നമ്മുടെ നാട്ടുകാരായ 20ഓളം എഴുത്തുകാർ, അവരിൽ പലരും പതിറ്റാണ്ടുകൾക്കു മുമ്പ് തന്നെ പേനയോട് ടാറ്റ പറഞ്ഞവരായിരുന്നു എന്നതും ഈ പതിപ്പിന്റെ മാറ്റുകൂട്ടി. പല ചരിത്രങ്ങളും ഒരു തലമുറയിലെ പ്രവാസി സുഹൃത്തുക്കൾ അനുഭവിച്ച വേദനയേറിയ ഞെരിപ്പോടുകളുടെ നേർചിത്രങ്ങളായിരുന്നു ഇതിൽ. ധനശേഖരണാർത്ഥം നമ്മൾ ഈ ടേമിൽ 3 കുറികൾ നടത്തുകയുണ്ടായി. ആദ്യത്തെ കുറി 2021 നവംബർ മാസം ആരംഭിച്ച് 15 മാസം നറുക്കെടുപ്പായിട്ട് 2000 രൂപയുടെ കുറിയും, അതിനുശേഷം 6000 രൂപയുടെ കുറി 17 മാസം നറുക്കെടുപ്പ് 2024 ഫെബ്രുവരിയിൽ അവസാനിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കുറിയിലെ അംഗങ്ങളുടെ ചായ സൽക്കാരത്തോടു കൂടി 2024 നമ്മൾ 3ാമത്തെ കുറി ആരംഭിച്ചു. ISMന്റെ ഈ കാലയളവിലെ പ്രവർത്തനങ്ങളുടെ സാമ്പത്തിക ഭാരം ഒരു പരിധിവരെ നടന്നുപോയത് ഈ കുറികളിൽ നിന്നുള്ള സഹായം മൂലമാണ്. അതിനാൽ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ നിന്നുള്ള പിരിവുകൾ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താൻ ഈ കുറികൾ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. കോവിഡാനന്തരം പ്രവർത്തന മണ്ഡലം സജീവമാക്കുന്നതിൻ്റെ ഭാഗമായി മണ്ഡലം തലത്തിൽ 2021 ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ അതിജീവിക്കാം നിർഭയത്വത്തോടെ എന്ന ശീർഷകത്തിൽ നടത്തപ്പെട്ട ക്യാമ്പയിനിൻ്റെ ഭാഗമായി കീവറമ്പിലെ വലിയ തോട് ശുദ്ധീകരണ യജ്ഞത്തിൽ ശാഖയിലെ 30ഓളം പ്രവർത്തകർ സജീവമായി പങ്കെടുത്തു. ഒക്ടോബർ 2 നടന്ന ഈ യജ്ഞം നാട്ടിലെ വലിയ വിഭാഗം കർഷക തൊഴിലാളികൾക്ക് വലിയ ഒരു ആശ്വാസമായി മാറി. പിന്നീട് ഒക്ടോബർ 30 മൗലവി അബ്ദുസലാമുട്ടിൽ പങ്കെടുത്ത ലീഡേഴ്സ് മീറ്റിലും ശാഖയുടെ സജീവ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചു. ISMന്റെയും MSMന്റെയും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും പ്രധാന പ്രവർത്തകർക്കും വേണ്ടിയിട്ട് ദീനീപരമായ കാര്യങ്ങളിൽ ഒരു ഉണർവുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു തഖ്വ എന്നത്. ഒരുപാട് പ്രോഗ്രാമുകൾ, ക്ലാസ്സുകൾ അതിന് കീഴിൽ നമ്മുടെ ഖുർആൻ അക്കാദമിയിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നിസാർ അൻവാരി, റഷീദ് ഉഗ്രപുരം, സുലൈമാൻ ഫാറൂഖി പോലുള്ള പണ്ഡിതന്മാർ ക്ലാസ്സിന് നേതൃത്വം നൽകി. അത് MSMകാർക്കും ISMകാർക്കും വലിയൊരു ആവേശത്തോടെയായിരുന്നു ആ ക്ലാസ്സുകൾ സ്വീകരിച്ചിരുന്നത്. അതേപോലെ തന്നെ ഫിത്ർ സകാത്തിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യക്ഷമമായി നടക്കുന്നതിന് വേണ്ടിയിട്ട് ഹുമാത്തുൽ ഇസ്ലാം സംഘത്തിന് ഒരു നിവേദനം നൽകാനും ഈ ഒരു തഖ്വ കമ്മിറ്റിക്ക് സാധിച്ചു എന്നത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. 2021-24 കാലഘട്ടങ്ങളിൽ വെളിച്ചം 13ാം ഘട്ടം മുതൽ 18ാം ഘട്ടം വരെയും ബാലവെളിച്ചം 8ാം ഘട്ടം മുതൽ 13ാം ഘട്ടം വരെയും 6 ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഈ 6 ഘട്ടങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും 150 വെളിച്ചം കോപ്പികൾ വീതം, ആകെ 800 വെളിച്ചം കോപ്പികളും 50 ബാലവെളിച്ചം കോപ്പികൾ വീതം 300ഓളം ബാലവെളിച്ചം കോപ്പികളും യൂണിറ്റിൽ വിതരണം ചെയ്തു. ഈ 6 ഘട്ടങ്ങളിലും 200ലധികം പേർ 100 മാർക്ക് നേടി വിജയികളായി. ഈ വെളിച്ചത്തിന്റെ ഭാഗമായി 13-14 ഘട്ടം വെളിച്ചം സംഗമവും അവാർഡ് ദാനവും 2022 മാർച്ച് 11 കുനിയിൽ AIA കോളേജ് അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. കീവറമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സഹല മുനീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റിഹാസ് പുലാമന്തോൾ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഫാസിൽ ആലുക്കൽ, അഹമ്മദ് ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു. 15-16 ഘട്ട വെളിച്ചം അവാർഡ് ദാനവും സംഗമവും 2023 മാർച്ച് 10 സംഘടിപ്പിച്ചു. ഈ പരിപാടിയിൽ റഷീദ് ഉഗ്രപുരം മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തു. വെളിച്ചം സംസ്ഥാനതല നറുക്കെടുപ്പ് വിജയി റഫീന പീട്ടിക്കുള്ള ആദരവും ഈ ചടങ്ങിൽ വെച്ച് കൈമാറി. എല്ലാ ഘട്ടങ്ങളിലും മണ്ഡലം തല ക്വിസ് മത്സരങ്ങളിലും ജില്ലാ മത്സരങ്ങളിലും യൂണിറ്റിൽ നിന്നും പഠിതാക്കളെ പങ്കെടുപ്പിച്ചു. അതുപോലെ തന്നെ വെളിച്ചം സംസ്ഥാന സംഗമങ്ങളിൽ യൂണിറ്റിൽ നിന്ന് പരമാവധി ആളുകളെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു. ഇക്കാലയളവിൽ ഏറ്റവും ബൃഹത്തായ ഒരു പരിപാടിയായിരുന്നു 2024 ജനുവരി 5 നടന്ന വെളിച്ചം ഫാമിലി മെഗാ ക്വിസ്. 6 ഘട്ടങ്ങളിലായി 20ഓളം കുടുംബങ്ങൾ മാറ്റുരച്ച ഈ ഫാമിലി ക്വിസ് വെളിച്ചം സംസ്ഥാനതല മത്സരത്തിന്റെ പ്രതീതിയുണ്ടാക്കി. KNM, ISM, MSM, MGM, IGM നേതാക്കൾ ഇതിന് അവാർഡുകൾ കൈമാറി. ISM കുടുംബത്തിലെ അംഗങ്ങളുടെ വീട്ടുകളിൽ ദിവസം ഒരു ചെറിയ തുക ഓരോ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുകയും ആ ഒരു തുക അന്നേ ദിവസം ഈ വ്യക്തിക്ക് നമ്മൾ അന്നേ ദിവസം കൈമാറുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അന്നത്തെ സംഘടനാബന്ധം ഊഷ്മളമാക്കുന്നതിനും സന്തോഷവേളയിൽ പങ്കുചേരുന്നതിനും ഈ അവസരം ഉപയോഗപ്പെടുന്നുണ്ട്. ഈ കാലയളവിൽ നമ്മുടെ യൂണിറ്റിലും പുറത്തുള്ള 5 അംഗങ്ങൾക്ക് ഈ ഫണ്ട് സഹായകമായി. മണിപ്പൂരിലും ഹരിയാനയിലും കാവി ഫാസിസ്റ്റ് ഭീകരർ നടത്തിയ വംശഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട്
പ്രതിഷേധാഗ്നി എന്ന തലക്കെട്ടോടെ 2023 മെയ് 3 മഗ്‌രിബ് നമസ്കാരാനന്തരം അൻവാർ നഗറിൽ നിന്നും റാലി ആരംഭിച്ചു. പ്രതിഷേധ സൂചകമായി കയ്യിൽ മെഴുകുതിരി ഏന്തിക്കൊണ്ട് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത റാലി പെരുങ്കടവ് പാലവും കടന്ന് ആലുക്കലിലൂടെ പാലത്തിന് സമീപം സമാപിച്ചു. ഏറെക്കാലമായി നാട്ടിലെ തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്ന ദിശ ഈ ടേമിലും PSC പരീക്ഷാ പരിശീലനത്തിൽ പ്രവർത്തിച്ചു വരുന്നു. 2021 നവംബറിൽ ആരംഭിച്ച രാത്രികാല PSC പരീക്ഷാ പരിശീലനത്തിൽ നാട്ടിലെ തന്നെ മുസ്ലിഹ് K, ഷഹാദ് PK എന്നിവർക്ക് പോലീസിൽ നിയമനം ലഭിക്കുകയുണ്ടായി. ഇവരെ കൂടാതെ നാട്ടിൽ നിന്നും PSCയിൽ നിയമനം ലഭിച്ച മറ്റുള്ളവരെയും കൂട്ടി അവരെ ആദരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാൻ ദിശയ്ക്ക് സാധിച്ചു. പിന്നീട് ലൈവ് ഓഫ്ലൈൻ ക്ലാസുകൾക്ക് പുറമെ സിജിയുടെ സെന്റർ ഫോർ കരിയർ എക്സലൻസുമായി ചേർന്ന് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകളും സംഘടിപ്പിച്ചു. ബ്രദർനെറ്റിന്റെ കീഴിൽ പല പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്തിരുന്നു. എന്നിരുന്നാലും 2 പ്രോഗ്രാമുകൾ മാത്രമായിരുന്നു നമുക്ക് ഈ ഒരു ടേമിൽ നടത്താൻ സാധിച്ചത്. ഒന്ന് കപ്പ കൃഷിയും രണ്ടാമത് തുണിസഞ്ചി നിർമ്മാണവും. കപ്പ കൃഷി ജനുവരി 9 സംസ്ഥാന സെക്രട്ടറി NM ജലീൽ മാസ്റ്റർ തേദീറിന്റെ ശാഖ മെമ്പേഴ്സിന്റെ പ്രോഗ്രാമിൽ വെച്ച് അതിന്റെ വിപണന ഉദ്ഘാടനം നടത്തുകയും ജനുവരി 30 അതിന്റെ 2 കിൻഡലോളം കപ്പ കൃഷി വിളവെടുപ്പെടുത്ത് നമുക്ക് ISMന്റെ പ്രവർത്തന ഫണ്ടിലേക്ക് ചെറിയൊരു തുക നമുക്ക് കൈമാറാൻ സാധിച്ചിട്ടുണ്ട്. ഈ 2 പ്രവർത്തനങ്ങളായിരുന്നു ബ്രദർനെറ്റിന്റെ കീഴിൽ കഴിഞ്ഞ ടൈമിൽ പ്രവർത്തിച്ചത്. പ്രസ്ഥാനത്തിന്റെ കാവലാളി വിഭാഗമായി പ്രവർത്തിക്കുന്ന യൂണിറ്റി സോഷ്യൽ സർവീസ് മൂവ്മെന്റ് നമ്മുടെ യൂണിറ്റിൽ വളരെ സജീവമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പുളിക്കൽ വെച്ച് നടന്ന പൊരുത്തം പരിപാടിയിൽ നമ്മുടെ യൂണിറ്റിൽ നിന്ന് 25ഓളം പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വായക്കാട് വെച്ച് നടന്ന ആദർശ മുഖാമുഖം പരിപാടി, അതുപോലെ സംസ്ഥാന കമ്മിറ്റി നമ്മളോട് ആവശ്യപ്പെട്ട വോളണ്ടിയേഴ്സിന് ആവശ്യപ്പെട്ട എല്ലാ പരിപാടിയിലും നമ്മുടെ യൂണിറ്റിൽ നിന്ന് പരമാവധി ആളുകളെ നമ്മൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രളയത്തിൽ വള്ളം കയറിയ വായക്കാട് ഏരിയയിലെ പള്ളികൾ, മദ്രസകൾ എല്ലാം നമ്മുടെ യൂണിറ്റ് പ്രവർത്തകർ പോയിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രസ്ഥാനം നമ്മുടെ ആവശ്യപ്പെട്ട കളക്ഷന് നമ്മുടെ ഏരിയയിലെ 12 സർക്കിളുകളിലും നമ്മുടെ കളക്ഷന് നേതൃത്വം നൽകിയത് നമ്മുടെ യൂണിറ്റിയുടെ പ്രവർത്തകരാണ്. ഈ മഴക്കാലമായി ബന്ധപ്പെട്ട് തന്നെ മദ്രസിന്റെ മുന്നിലുണ്ടായിരുന്ന വെള്ളക്കെട്ടുകൾ, നമ്മുടെ പൈപ്പ് ലൈൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ റോഡിലൊക്കെ ഉണ്ടായിരുന്ന പല ഡാമേജ് കാര്യങ്ങളൊക്കെ നന്നാക്കാനും വേണ്ടി മുന്നിട്ടിറങ്ങിയത് നമ്മുടെ യൂണിറ്റ് പ്രവർത്തകരാണ്. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു നല്ല നാളേക്കായി നാം അറിയേണ്ട ചില ഫിനാൻഷ്യൽ ലിറ്ററസി നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ഖുർആൻ അക്കാദമിയിൽ വെച്ച് 13/10/2022 ഓപ്പൺ ഫോറം എന്ന പരിപാടി സംഘടിപ്പിച്ചു. ലെറ്റ്സ് സെറ്റ് അവർ ഫിനാൻഷ്യൽ ഗോൾ എത്തിക്കലി എന്ന വിഷയത്തിൽ എത്തിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെർട്ട് ശ്രീ അബ്ദുൽ ലത്തീഫ് പാറപ്പുറത്ത് സംസാരിച്ചു. ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലെ ഹലാൽ അവസരങ്ങൾ ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഫിനാൻസ് വിംഗ് നേതൃത്വം നൽകിയ പരിപാടിയിൽ ഒരുപാട് ആളുകൾക്ക് പുതിയ അവസരങ്ങളെക്കുറിച്ച് അറിവുണ്ടാവാനും ഈ ഒരു പരിപാടി കൊണ്ട് സാധിച്ചു. കെട്ടുറപ്പുള്ള ഊർജ്ജസ്വലമായ ഒരു യൂണിറ്റ് കമ്മിറ്റിയെ നിലനിർത്തുന്നതിനായി മീറ്റിങ്ങുകൾക്കും പരിപാടികൾക്കും പുറമെ ചില ആസ്വാദകരമായ ഇടവേളകൾ സൃഷ്ടിക്കുന്നതിനും നാം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. അതിനായി 2021 ഒക്ടോബർ 30 കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടർഫ് ഫുട്ബോൾ മാച്ചും 2022 ഒക്ടോബർ 4 കമ്മിറ്റി അംഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തൃശ്ശൂർ, മലമ്പുഴ ഏരിയകളിലേക്കായി ഒരു ഫാമിലി ട്രിപ്പും നാം സംഘടിപ്പിക്കുകയുണ്ടായി. അതിനു പുറമെ ISM ഫാമിലിയിലെ ചില സന്തോഷകരമായ നിമിഷങ്ങൾ ആസ്വദിക്കുന്നതിനും അല്പം പാടാനും പരസ്പരം സംസാരിക്കുന്നതിനുമായി ISM കമ്മിറ്റിയിലെ മെമ്പേഴ്സിനെയും അവരുടെ കുടുംബങ്ങളെയും കുട്ടികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചില ഫാമിലി ഗ്യാതറിങ്ങുകളും നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. തുടർന്ന് 2023 മാർച്ച് 19 നവംബർ 9 ഇത്തരം ഫാമിലി ഗ്യാതറിങ്ങുകൾ നമ്മൾ സംഘടിപ്പിക്കുകയും അതിലേക്ക് ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അൻവർ സാദത്ത് എത്തുകയും ചെയ്തു എന്നതിലുള്ള സന്തോഷവും അറിയിക്കുന്നു. ISM എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ഇണകളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും പിന്നീട് ഞങ്ങൾ ഒത്തൊരുമിച്ച് ഒരുപാട് യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ആദ്യത്തെ യോഗം 2022 ഫെബ്രുവരി 12 AIA കോളേജിൽ വെച്ച് നടന്നു. പിന്നീട് ശാഖയിൽ നടന്ന പല പ്രോഗ്രാമുകൾക്കും വീടുകൾ കയറി ക്ഷണിക്കുന്നതുൾപ്പെടെയുള്ള പല ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്കും ഈ ടീം മുന്നിൽ നിന്നു.
വലിയ അജണ്ടയിന്മേലുള്ള ചർച്ചകളില്ലാതെ ഇടയ്ക്കിടെ കൂടുന്ന ഒരുമിച്ച് കൂടലുകൾ ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകുന്നതിനും MGMൽ സജീവമായി പ്രവർത്തിക്കാനുള്ള ഊർജം ലഭിക്കുന്നതിനും സഹായിച്ചു. ഈ കൂട്ടായ്മ പിന്നീട് നടന്ന തെൻസീൽ, യൂണിറ്റി, സമ്മേളന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കി. ISM ഫാമിലി ട്രിപ്പുകൾക്കും ടീം ISM ഫാമിലി ഗ്യാതറിങ്ങുകൾക്കും ഹേതുവായത് ഈ കൂട്ടായ്മയാണ്. പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ ഷബാബ് കേരളക്കരയിലെ ഇസ്ലാമിക വായനക്കാരിൽ പുതിയ വാതായനങ്ങൾ തുറന്നു. ശാഖയിലെ പ്രചരണ കാലയളവിൽ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ ഷബാബ് വലിച്ചേർക്കൽ പൂർത്തിയായി വരുന്നു. 2022 60 കോപ്പിയും 2023 80 കോപ്പിയും തുടർന്ന് 2024 60 കോപ്പി ഷബാബ് വരിക്കാരുണ്ടായി എന്നത് ഏറെ സന്തോഷം നിറഞ്ഞിരിക്കുന്നു. ഇക്കാലയളവിൽ വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഒന്നാണ് നാം ആരംഭിച്ച ഷബാബ് കിസ്. ഒരു മാസത്തെ ഷബാബിനെ ആസ്പദമാക്കിയുള്ള കിസ്സും വരിച്ചേർക്കൽ സമയത്ത് നാം നടപ്പിൽ വരുത്തിയ ഷബാബ് കിറ്റും എന്ന സംവിധാനവും ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഏറെ ശ്രദ്ധ നേടി. ഷബാബ് വിതരണം വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ പൂർത്തിയാക്കാൻ ഇക്കാലയളവിൽ സാധിച്ചു. 2022 നവംബർ 20 ISM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിൽ 2 പേരൊഴികെ ബാക്കി എല്ലാവരെയും പേടണിഞ്ഞത് ISM അൻവാർ നഗർ ശാഖയുടെ അംഗങ്ങളായിരുന്നു. ജില്ലാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മണ്ഡലം കമ്മിറ്റി റണ്ണേഴ്സ് അപ്പ് ആവുകയും ചെയ്തു. അതുപോലെ തന്നെ കരിപ്പൂർ സമ്മേളനത്തിന്റെ ഭാഗമായി 2023 ഡിസംബറിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ ശാഖാതലത്തിൽ ചാമ്പ്യന്മാരാവുകയും അരോണയിൽ വെച്ച് നടന്ന ജില്ലാ ടൂർണമെന്റിൽ കീപ്പർ മണ്ഡലം ജേതാക്കളാവുകയും ചെയ്തു. വെച്ച് നടന്ന മുജാഹിദ് 10ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ തലമുറയ്ക്ക് പഴയകാല മുജാഹിദ് സമ്മേളനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി ശാഖാതലത്തിൽ നടന്ന പരിപാടിയായിരുന്നു സമ്മേളന സ്മൃതി. മുജാഹിദ് 1ാം സംസ്ഥാന സമ്മേളനത്തെ അനുസ്മരിച്ച് നടന്ന 1ാമത് സമ്മേളന സ്മൃതിയിൽ കുട്ടി മുഹമ്മദ് സുല്ലമിയും 2ാം സമ്മേളന സ്മൃതിയിൽ KT മഹ്മൂദ് മാസ്റ്ററും 3-4 സംസ്ഥാന സമ്മേളനങ്ങളെ അനുസ്മരിച്ച് നടന്ന സമ്മേളന സ്മൃതിയിൽ N മുഹമ്മദ് മാസ്റ്ററും 5-6 സമ്മേളനങ്ങളെ അനുസ്മരിച്ച് നടന്ന സമ്മേളന സ്മൃതിയിൽ KT മുജീബ് മാസ്റ്ററും 7 മുതൽ 9 വരെ നടന്ന സമ്മേളനങ്ങളെ ഓർത്ത 5ാം സമ്മേളന സ്മൃതിയിൽ സത്താർ മാസ്റ്ററും അബ്ദുൽ ലത്തീഫ് PKയും മുഖ്യാതിഥികളായി. യവനികൾക്കുള്ളിൽ മറഞ്ഞ സമ്മേളനയോർമ്മകൾ ഇസ്ലാഹി തലമുറയുടെ നടന്നുവന്ന വഴികളിലെ കിതപ്പും കുതിപ്പും അറിയാനും മനസ്സിലാക്കാനുമുള്ള നല്ല ഒരു പരിപാടിയായിരുന്നു സമ്മേളന സ്മൃതി. കുനിയിൽ റിലീഫ് കമ്മിറ്റി പതിറ്റാണ്ടുകളായി നമ്മുടെ ശാഖയിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് കുനിയിൽ റിലീഫ് കമ്മിറ്റി. സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും രോഗികളും നിരാലംബരുമായവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉന്നതിയിലെത്തിക്കുക തുടങ്ങി ശാഖയിൽ വർഷങ്ങളായി അത്യർഹമായ സേവന പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഓരോ വർഷവും പഠന സഹായം, ചികിത്സാ സഹായം, റംസാൻ കിറ്റ് വിതരണം, പഠനോപകരണ വിതരണം, വീട് നിർമ്മാണം തുടങ്ങി ലക്ഷക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ നാഥന്റെ അനുഗ്രഹത്തോടെ നമുക്ക് സാധിച്ചു. മയ്യത്ത് കുളിപ്പിക്കുന്നതിനും കിടത്തുന്നതിനും ആവശ്യമായ 2 കട്ടികൾ വാങ്ങി നാട്ടിലെ സന്നദ്ധ സംഘടനക്ക് കൈമാറുകയും 4 വീട് നിർമ്മാണങ്ങളിൽ പങ്കാളികളായി എന്നതും നോമ്പ് നോൽക്കാൻ സാധിക്കാത്തവർക്കുള്ള ഫിദിയ സ്വീകരിച്ച് ഏറ്റവും അർഹരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നതും ഈ കാലയളവിലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രമാണ്. കെയർ ഹോം കോഴിക്കോട്, മെഡിക്കൽ എയ്ഡ് സെന്റർ മഞ്ചേരി, എബിലിറ്റി പുളിക്കൽ, മെഡിക്കൽ എയ്ഡ് സെന്റർ കോഴിക്കോട് എന്നിവക്കായി 7 ലക്ഷത്തോളം രൂപ സമാഹരിച്ചു നൽകാൻ സാധിച്ചു എന്നത് ഈ ടൈമിൽ നമുക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ 3 റമദാനുകളാണ് ഈ കാലഘട്ടത്തിൽ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത്. ഒരു പിടി നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുമായി ISM ഈ 3 റമദാനെയും വരവേറ്റിരിക്കുകയാണ്. ഇഫ്താർ സംഗമങ്ങളായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല. 3 രീതിയിലാണ് ISM ഇഫ്താർ സംഗമങ്ങൾ നടത്തപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ISMന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും, രണ്ടാമത്തേത് ISMന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അവരുടെ ഫാമിലിയും, മൂന്നാമത്തേത് ISMന്റെ മുഴുവൻ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 6ഓളം ഇഫ്താർ സംഗമങ്ങൾ നടത്തപ്പെട്ടു. 2023 ഏപ്രിൽ 20 മുറിഞ്ഞമാട് വെച്ചും 2024 ഏപ്രിൽ 17 അൽ അൻവർ ഹൈസ്കൂളിൽ വെച്ചും ISMന്റെ എക്സിക്യൂട്ടീവ് ഇഫ്താർ സംഗമങ്ങൾ നടത്തപ്പെട്ടു. അതിൽ റംസാൻ കാല അനുബന്ധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. കൂടുതൽ ഇമ്പമുള്ള മറ്റൊരു ഇഫ്താർ സംഗമമായിരുന്നു ISM എക്സിക്യൂട്ടീവും അവരുടെ ഫാമിലിയും ഒത്തുചേർന്നുള്ള ISM എക്സിക്യൂട്ടീവ്
ഫാമിലി ഇഫ്താർ മീറ്റ്. വളരെ അനൗപചാരികമായ ചർച്ചകൾക്ക് ഈ സംഗമം വേദിയായി. 2022 ഏപ്രിൽ 22-നും 2024 മാർച്ച് 24-നും പ്രകൃതി രമണീയമായ കീഴ്പറമ്പുള്ള മുറിഞ്ഞാട് വെച്ച് 2 സംഗമങ്ങളും നടത്തപ്പെട്ടു. എന്നാൽ എന്നും ഓർത്തു വെക്കാനും മനസ്സിൽ ഇണക്കങ്ങളുടെ ഇശകൾ തീർക്കാനും വളരെ പ്രൊഫഷണലായി ISM മുന്നോട്ട് വെച്ച മറ്റൊരു പ്രവർത്തനമായിരുന്നു ISM ശാഖാ പ്രവർത്തക സംഗമവും ഇഫ്താർ മീറ്റും. ഇൽഫ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ പ്രോഗ്രാമിന്റെ പേര് പോലെ തന്നെ ശാഖയിലെ 100ഓളം വരുന്ന പ്രവർത്തകരുടെ ഒത്തുചേരലും ഓരോ പ്രവർത്തകരെയും നേരിട്ടും ഫോണിലൂടെ ക്ഷണിക്കപ്പെട്ടും അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് ആകർഷണീയമായ സമ്മാനങ്ങൾ നൽകിയും ഓരോ അംഗത്തെ പ്രത്യേകം പരിഗണിച്ചും ആദരിച്ചിരുത്തിയും ഇണക്കമുള്ള 2 ഇൽഫകൾ നാം നടത്തി. 2023 ഏപ്രിൽ 6-ന് NM അബ്ദുൽ ജലീൽ മാസ്റ്ററും 2024 ഏപ്രിൽ 1-ന് അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലും റമദാനിന്റെ പൊരുൾ ഓർമ്മപ്പെടുത്തും വിധം മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. നമ്മുടെ പ്രദേശത്ത് നിന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ ഈ ടേമിൽ നമുക്ക് നടത്താൻ സാധിക്കും. അതിലേറ്റവും ശ്രദ്ധേയമായത് 2021 സെപ്റ്റംബർ 17-ന് നടന്ന നമ്മുടെ നാട്ടിൽ നിന്ന് 62ാമത്തെ വയസ്സിൽ +2 തുല്യതാ പരീക്ഷയിൽ വിജയിച്ച PP മുഹമ്മദ് എന്ന ചെറിയാപ്പു അവറുകളെയും ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് KT ഷാമിൽ എന്നിവരെയും ആദരിക്കുകയുണ്ടായി. ഈ പരിപാടി ഏറെ ശ്രദ്ധേയമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സ്ഥാപനമായിട്ടുള്ള AI കോളേജിലെ അധ്യാപകനും ISM പ്രവർത്തകനുമായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ സുലൈമാൻ ഫാറൂഖിയെ ആദരിച്ചു. MSM മണ്ഡലം പ്രസിഡന്റ് മുനീബ്, അതുപോലെ കാരങ്ങാടൻ നസീൽ എന്നിവരെ ഈ ചടങ്ങിൽ നെറ്റ് നേടിയതിന് അവരെ പ്രത്യേകമായിട്ട് ആദരവ് നൽകാൻ ഈ ടേമിന് സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ മറ്റൊന്നാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA ഹിസ്റ്ററിയിൽ റാങ്ക് നേടിയിട്ടുള്ള നമ്മുടെ പ്രദേശത്തുകാരി നഹില KTയെ ഈ ടേമിൽ നമുക്ക് ആദരിക്കാൻ സാധിച്ചു. നമ്മുടെ പ്രദേശത്തിന്റെ അഭിമാന സ്ഥാപനമായിട്ടുള്ള AI കോളേജ് ഈ കഴിഞ്ഞ NAC അക്രഡിറ്റേഷനിൽ B++ നേടിയിരുന്നു. അതിനോടനുബന്ധിച്ച് ISM അൻവാർ നഗർ യൂണിറ്റ് കോളേജിനുള്ള ആദരവ് നൽകിക്കൊണ്ട് പരിപാടി വളരെ ഗംഭീരമായി നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന സമിതി സംഘടിപ്പിച്ച ക്യാമ്പയിനായിട്ടുള്ള കാത്തുവെക്കാൻ സൗഹൃദ കേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ നമ്മുടെ യൂണിറ്റിൽ നടന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാന സമിതി നൽകിയിട്ടുള്ള ലഘുലേഖ വിതരണവും മെമന്റോ വിതരണവും നടത്തി. നമ്മുടെ പ്രദേശത്തെ എല്ലാ ജനപ്രതിനിധികൾക്കും മെമന്റോ നൽകിക്കൊണ്ട് ഈ ക്യാമ്പയിന്റെ സന്ദേശം അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യം നിറഞ്ഞ ഒരു പ്രോഗ്രാമായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. 2023 മാർച്ച് മാസത്തിൽ ISM നടത്തിയ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു മെറിറ്റ് ഗാല എന്ന പ്രോഗ്രാം. നമ്മുടെ പ്രദേശത്ത് നിന്ന് വിവിധങ്ങളായ മേഖലയിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയായി മാറ്റാൻ ഇതിന് സാധിച്ചു. ഈ നമ്മുടെ പ്രദേശത്തെ വിവിധ മേഖലകളിൽ നിന്ന് ഉന്നത വിജയങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടർ KT റിഷാദ്, MA ഗഫൂർ, ഡോക്ടർ സുൽഫ, ഡോക്ടർ അൻഷദ് അമീൻ, ആദില റഹീം, അദീല ആലിക്കുട്ടി, അവാദ് PP, നിദ ഫാത്തിമ തുടങ്ങിയ വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾ പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമായി ഇത് മാറ്റാൻ നമുക്ക് സാധിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ റിസൾട്ട് വന്ന അതേ ദിവസം തന്നെ അവരുടെ വീടുകളിൽ പോയി മധുര വിതരണം നൽകിക്കൊണ്ട് അവരുടെ വിജയത്തിന്റെ ISM പങ്കാളിയായി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇത് രക്ഷിതാക്കളിലും വിദ്യാർത്ഥികളിലും നമ്മുടെ സംഘടനയോടുള്ള മതിപ്പും അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മോടുള്ള പ്രത്യേകമായിട്ടുള്ള കടമയും നിർവഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പരിപാടിയായി മാറ്റാൻ സാധിച്ചു. 2024 ഒക്ടോബർ 23-ന് ISMന്റെ ഈ ടേമിൽ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച 2 വിഭാഗങ്ങളായിരുന്നു ഷബാബ്, വെളിച്ചം. ഷബാബ് കൺവീനറായിട്ടുള്ള നൗഫൽ MBA പ്രത്യേകം നമ്മുടെ ഈ അവസാന എക്സിക്യൂട്ടീവ് വെച്ച് ആദരിക്കുകയുണ്ടായി. വെളിച്ചം കൺവീനറായിട്ടുള്ള KC ഷാഹിദിനും ISMന്റെ സ്നേഹോപഹാരം ചടങ്ങിൽ നൽകാൻ നമുക്ക് സാധിച്ചു. ഇക്കാലയളവിൽ ശാഖയിൽ നടന്ന വളരെ വ്യത്യസ്തവും അധ്വാനമേറിയതും എന്നാൽ ഏറെ ജനശ്രദ്ധ ആകർഷിച്ചതുമായ പുതിയ സംരംഭമായിരുന്നു മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഉപഹാരമായി പകുതി മനോഹരമായ പെരിങ്കടവ് പാലത്തിന് സമീപം നിർമ്മിച്ച ഓപ്പൺ ജിം. ഈ സംരംഭത്തിന് ആവശ്യമായ തറ പണിയുന്നതിനായി പ്രദേശത്തെ പഴയ വീട് പൊളിച്ചു കല്ലുകളെത്തിച്ചും തറയുടെ നിലമൊരുക്കാനും പടവിനും മണ്ണ് നിറയ്ക്കാനും ജിം ഉപകരണങ്ങൾ സ്ഥാപിക്കാനും കട്ട വിരിക്കാനുമെല്ലാം
രാപ്പകൽ വ്യത്യാസമില്ലാതെ പരിശ്രമിച്ച നമ്മുടെ പ്രവർത്തകരെ ഈ അവസരത്തിൽ വളരെ സന്തോഷപൂർവ്വം സ്മരിക്കട്ടെ. ഈ സംരംഭം ആരംഭിച്ചതിന് ശേഷം പല ദിക്കുകളിൽ നിന്നും ഇതേ രീതിയിൽ ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കുന്നതിന് പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ നമ്മുടെ ഭാരവാഹികളെ സമീപിക്കുന്നു എന്നതും ഈ സംരംഭത്തിന്റെ ജനകീയത വിളിച്ചോതുന്നു. സമ്മേളനാനന്തരം മാർച്ച് 7-ന് അരീക്കോട് കീഴുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ സാന്നിധ്യത്തിൽ ISM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അൻവർ സാദത്ത് ഈ ഓപ്പൺ ജിം നാടിനായി സമർപ്പിച്ചു. എല്ലാ ദിവസവും വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന നിരവധി ആളുകൾ ഈ സംരംഭം പ്രയോജനപ്പെടുത്തുന്നു എന്നത് ഇരട്ടി സന്തോഷം നൽകുന്നു. ആധുനിക ഭൗതിക വിദ്യാഭ്യാസ പ്രക്രിയയിൽ നഷ്ടപ്പെട്ടു പോകുന്ന മതവിദ്യാഭ്യാസവും ധാർമ്മിക ബോധവും വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹിദായ മോറൽ അക്കാദമി എന്ന പേരിൽ ഒരു മതപഠന സംവിധാനം നമ്മൾ തുടക്കം കുറിച്ചത്. നമ്മുടെ പ്രദേശത്ത് നിന്നും CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് മതപഠനം അപ്രാപ്യമാണ് എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു സംരംഭത്തിന് നമ്മൾ തുടക്കം കുറിച്ചത്. 2022 ഡിസംബർ മുതൽ 4 മാസ കാലയളവിൽ ആരംഭിച്ച ഹിദായ ബ്രിഡ്ജ് കോഴ്സിലൂടെയാണ് ഇതിന്റെ തുടക്കം. ഈ ബ്രിഡ്ജ് കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് വളരെ വ്യത്യസ്തമായ രൂപത്തിൽ കോൺവെക്കേഷൻ സെറിമണി നടത്തി പ്രൊഫസർ NV അബ്ദുറഹ്മാൻ സാഹിബിന്റെ സാന്നിധ്യത്തിൽ അവാർഡുകൾ വിതരണം ചെയ്യുവാൻ നമുക്ക് സാധിച്ചു. പിന്നീട് പുതിയ അധ്യയന വർഷത്തിൽ 1 മുതൽ 5 വരെയും ടീൻസ് ബാച്ചും ആരംഭിച്ചുകൊണ്ട് ഹോളിഡേ മദ്രസ രൂപത്തിലേക്ക് നമ്മൾ ഇതിനെ മാറ്റിയെടുത്തു. 2023-24 അധ്യയന വർഷത്തിൽ 80 വിദ്യാർത്ഥികളും ഈ ഒരു അധ്യയന വർഷത്തിൽ, അതായത് 2024-25 അധ്യയന വർഷത്തിൽ 110 വിദ്യാർത്ഥികളുമായി ഹിദായ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം മുതൽക്കൂട്ടായി 10 അധ്യാപകരും നമുക്ക് സേവനം ചെയ്തു വരുന്നു. 2023-ലെയും 24-ലെയും റമദാനിലെ മിക്ക ദിവസങ്ങളിലും സാരോപദേശങ്ങളുമായി ഹിദായ ടോക്കും ഖുർആൻ ഹിഫ്ള് മത്സരങ്ങളും നാം സംഘടിപ്പിച്ചു. കായിക മാമാങ്കമായി സ്പോർട്സ് ശാലയും, കലാ മത്സരങ്ങൾക്കായി സർഗോത്സവം, പെരുന്നാൾ ആഘോഷങ്ങൾക്കായി ഈദ് മഹർജാനും, കാലിക വിഷയങ്ങളിൽ റാലികൾ, കൊളാഷുകൾ, പഠന സെഷനുകൾ എന്നിങ്ങനെയായി പലസ്തീൻ സോളിഡാരിറ്റി, ഹജ്ജ് പഠന ക്ലാസുകൾ, പ്രിയപ്പെട്ട പ്രവാചകൻ, മഹാറ, പരിസ്ഥിതി ദിന പരിപാടികൾ തുടങ്ങി ഒരു കൂട്ടം പ്രോഗ്രാമുകളുമായി ഹിദായ സജീവ സാന്നിധ്യം നിലനിർത്തുന്നു. 2023 മെയ് മാസക്കാലം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന എംപവറിംഗ് എഡ്യൂക്കേഷണൽ എക്സലൻസ് എന്ന ഒരു പ്രോഗ്രാം വൈസ് ഫൗണ്ടേഷനുമായി നടത്തുവാൻ ഹിദായ അക്കാദമിക്ക് സാധിച്ചു. നാടിന്റെ മത ധാർമ്മിക മുന്നേറ്റത്തിൽ ശക്തമായ സാന്നിധ്യമാകാൻ ഹിദായക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മണ്ഡലം തലത്തിലുമായി ഈ സമയത്ത് സംഘടിപ്പിക്കപ്പെട്ട മുഴുവൻ പരിപാടികളിലും ശാഖയിൽ നിന്ന് പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു എന്നതിൽ ഈ കമ്മിറ്റി വളരെയധികം കൃതാർത്ഥരാണ്. 2022 ജനുവരി 8-ന് തിരൂരിൽ വെച്ച് നടന്ന വെളിച്ചം സംസ്ഥാന സംഗമത്തിന് 20 അംഗങ്ങളെയും 2022 നവംബർ 27-ന് കാത്തുവെക്കാം സൗഹൃദ കേരളം എന്ന ക്യാപ്ഷനിൽ എറണാകുളത്ത് വെച്ച് നടന്ന കേരള മൈത്രി സമ്മേളനത്തിന് 60 പേരടങ്ങുന്ന ഒരു ബസ്സും 2022 സെപ്റ്റംബർ 21-ന് ചന്തക്കുന്നിൽ വെച്ച് നടന്ന ഫാസിസത്തിനെതിരെ സമരോത്സുക യൗവനം, 2023 മാർച്ച് 5-ന് പാലക്കാട് വെച്ച് നടന്ന യൂത്ത് എൻലൈറ്റ്മെന്റ് പ്രോഗ്രാം, മുജാഹിദ് 10ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സംഘാടക സമിതി രൂപീകരണം, ഏരിയ മുജാഹിദ് കൺവെൻഷൻ പുളിക്കൽ, ജില്ലാ തസ്കിയത്ത് സംഗമങ്ങൾ, വെളിച്ചം ബാലവെളിച്ചം സംഗമങ്ങൾ, പ്രീകോൺ മീറ്റുകൾ, ഷബാബ് കൺവെൻഷനുകൾ തുടങ്ങി എല്ലാ പരിപാടികളിലും ശാഖയിൽ നിന്നും കൃത്യമായ പ്രാതിനിധ്യമുണ്ടായി. അൽഹംദുലില്ലാഹ്. കരിപ്പൂരിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ശാഖയിൽ നടന്ന 8 സൗഹൃദമുറ്റം പരിപാടികളിലും ദൗത്യപഥം, മണ്ഡലത്തിലെയും ജില്ലയിലെയും മാനവിക സന്ദേശ യാത്രകൾ, 2023 നവംബർ 11-12 തീയതികളിൽ ശാഖ MGM കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിറ്റിൽ നടന്ന തെൻസീൽ ഖുർആൻ എക്സ്പോ എന്ന അതിവിപുലമായ എക്സിബിഷൻ എന്നിവയിലും ശാഖയിലെ ചുറുചുറുക്കുള്ള ISM പ്രവർത്തകരുടെ സജീവ സാന്നിധ്യവും സംഘാടന തികവും ഏറെ എടുത്തു പറയേണ്ടതാണ്. കുറെ ചെയ്തു എന്ന ആത്മനിർവൃതി അടയലല്ല, ശ്വാസം നിലക്കും മുമ്പ് നാഥനിലേക്ക് ഇനിയും കൂടുതൽ അടുക്കാൻ കുറേയേറെ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന തുറന്നു പറച്ചിലാണ് ഈ റിപ്പോർട്ട്. സംഘടന ശക്തി പ്രകടനത്തിനല്ലെന്ന് ഉറച്ച വിശ്വാസത്തോടെയാണ് ഈ ടേമിൽ പ്രവർത്തനം ആരംഭിച്ചത്. നാം ദഅ്വ പ്രവർത്തനങ്ങൾക്കായി പിരിച്ചെടുത്ത പണത്തിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും ഒരു പ്രവർത്തകനും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്നതും ഈ കാലയളവിൽ ഏറെ വിനയത്തോടെ സ്മരിക്കുകയാണ്. ഈ 3 വർഷ കാലയളവ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
ഇനിയും ISMന് ഇസ്ലാഹി യുവതയെ മുന്നിൽ നിന്ന് നയിക്കാനും യുവതലമുറക്ക് വഴികാട്ടിയാവാനും നാഥൻ അനുഗ്രഹം ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ സൽപ്രവർത്തനങ്ങൾ നാഥൻ തക്കതായ പ്രതിഫലം നൽകി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നാഥൻ തുണക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.